ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? രാവിലെ 7 മണിക്ക് ഞങ്ങളൊരു യാത്ര പോകാനുള്ളൊരു പുറപ്പാടിലാണ് കേട്ടോ. വേറെ എവിടെയല്ല, ഇക്കാൻ്റെ നാട്ടിലോട്ടാണേ. ഇത് ഞങ്ങളുടെ സ്വന്തം ഓട്ടോറിക്ഷയാണേ. പോകുന്നതിന് മുന്നേ ആയിട്ട് ആൾ ഓട്ടോറിക്ഷയൊക്കെ തുടച്ച് മിനുക്കാണ് കേട്ടോ. കുഞ്ഞാൻ്റെ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, പിണക്കത്തിലാണ് എന്നെയിട്ട്. ഞാൻ എടുത്തു കൊടുത്ത ഡ്രസ്സ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്നതിന് മുന്നേ ആയിട്ട് ദിക്കറൊക്കെ ചൊല്ലി ദുവയൊക്കെ ചൊല്ലിയിട്ടൊക്കെയാണ് കേട്ടോ യാത്ര പോകുന്നത്. തുമ്പി അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പറഞ്ഞ് പുറുപുറുക്കി എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നേ. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പോഴും പിണക്കം മാറിയിട്ടൊന്നുമില്ല. കുഞ്ഞാറ്റിൻ്റെ അടുത്ത് ഇപ്പോഴും പിണക്കമാണ്. എപ്പോഴും അത് അവൾക്കൊരു ബാഗി ജീൻസും ടോപ്പും, ഇതാണ് അവളുടെ മെയിൻ ഡ്രസ്സ്. ഇത് തോപ്പുംപടിയിൽ സുഡിയോ ആണേ. സുഡിയോയിൽ ഞാൻ അങ്ങനെ പോവാറൊന്നുമില്ല. സുഡിയോയിലെ പെർഫ്യൂംസൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലൊക്കെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. അങ്ങനെയാണ്. ഇത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. തോപ്പുംപടിയിലുള്ള കൊച്ചിയിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും കൊച്ചിൻ ഷിപ്പ്യാർഡ് അറിയാൻ പറ്റുമായിരിക്കും. ഞാൻ എന്നും രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് എപ്പോഴും നോക്കുമായിരുന്നു. എനിക്കത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുഞ്ഞാറ്റ് പിണങ്ങി ഉറങ്ങിയായിരുന്നേ. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങൂരിലെത്തി ഒരു ഹോട്ടലിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ നെയ്റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മസാല ദോശ വേണ്ടാന്ന് വെച്ചു. കാരണം രാവിലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് മസാല ദോശ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ നെയ്റോസ്റ്റൊക്കെ കട്ട വെയിറ്റിങ്ങിന് ശേഷം നെയ്റോസ്റ്റൊക്കെ വന്നു. തുമ്പിക്ക് നെയ്റോസ്റ്റ് ഭയങ്കരമായിട്ട് പറ്റി. പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഭയങ്കര പുളിയായിരുന്നു ദോശയ്ക്ക്. പിന്നെ അതുമല്ല ഉഴുന്നുവടയൊക്കെ ഭയങ്കര എന്താ പറയുക തണുത്തിട്ട് ആകെ മോശമായിരുന്നു. എനിക്ക് അത്ര വലിയ സുഖമൊന്നും ആയില്ല. പക്ഷേ തുമ്പിയും കുഞ്ഞാറ്റും അന്നൂസിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇക്കാക്കും വലിയ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നും പെട്ടെന്നില്ല. അങ്ങനെ ഫുഡ് അടി കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഓട്ടോയിൽ കയറി. ഇക്ക ഓട്ടോ ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വന്നാലും ഞാൻ ഉറങ്ങൂല. എനിക്ക് ഭയങ്കര പേടിയാണ് ഇക്ക എങ്ങാനും ഉറങ്ങിപ്പോകും. അങ്ങനെ ഇക്കേൻ്റെ വീട്ടിൽ പോയിട്ടൊക്കെ തിരിച്ചു വന്ന വഴിക്ക് ഞങ്ങൾ ആനക്കോട്ടയിൽ ഒന്ന് കയറി. പിള്ളേർ എപ്പോഴും പറയുമായിരുന്നു ആനക്കോട്ടയിൽ കയറണം എന്ന്. അപ്പോൾ നമ്മൾ ടൈം ഉണ്ടെങ്കിൽ കയറാം. തിരിച്ചു വരുമ്പോൾ ടൈമുണ്ട്. എപ്പോഴും തിരിച്ചു വരുമ്പോൾ ടൈം ഞങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല. ടൈം ഉണ്ടെങ്കിൽ കയറാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ ഇറങ്ങി. നേരത്തെ പോയതുകൊണ്ട് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ആനക്കോട്ടയിലോട്ടൊക്കെ കയറി. അവിടെ ഒരുപാട് ആനകളുണ്ട് കേട്ടോ. അങ്ങനെ വാപ്പയും മോളും കൂടി സെറ്റായിട്ട് ഒരുമിച്ചൊക്കെ അങ്ങോട്ട് നടന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും തുമ്പിയും കുഞ്ഞാറ്റയും ബാക്കിലാണ്. അവരുടെ വീഡിയോ എടുത്തിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡിലായിട്ടൊരു കുളം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല രസം കേട്ടോ ആ കുളം കാണാനായിട്ട്. ഒരു ആനേനെ പാപ്പാൻ ചട്ടം പഠിപ്പിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ വാനെ ഇങ്ങോട്ട് നീങ്ങിക്കാനെ അങ്ങോട്ട് നീങ്ങിക്കാനെ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആനപ്പാപ്പാന്മാരുടെ കാര്യങ്ങൾ ആ സമയത്ത് ഓർത്തു പോയിട്ടോ. കാരണം എന്തൊരു റിസ്ക് എടുത്തിട്ടാണല്ലോ അവർ ഈ ജോലി ചെയ്യുന്നത്. എല്ലാ ജോലിക്കും അതിൻ്റേതായ റിസ്കുകളുണ്ട്. അതിപ്പോൾ എൻ്റെ ഇക്ക ചെയ്യുന്ന ജോലിക്കാണെങ്കിലും ഡ്രൈവറാണെങ്കിലും പ്ലംബറാണെങ്കിലും ഇലക്ട്രീഷ്യൻ ആണെങ്കിലൊക്കെ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള റിസ്കുകളുണ്ട്. പക്ഷെ ആ വേന വെള്ളം കുടിക്കുന്നതും അപ്പോൾ പാപ്പാൻ പറയുന്നുണ്ടായിരുന്നു അവന് ചൂടാണ് എന്നിട്ട് അവൻ വെള്ളം കുടിക്കാണ്ടൊക്കെ നടക്കണേണെന്നാണ് പറഞ്ഞിട്ട്. ഇതാണ് ദേവദാസ് എന്ന് പറയുന്നതാണ് ഇവൻ്റെ പേര്. ദേവദാസ് എന്നെൻ്റെ മോള് വിളിച്ചിട്ട് പാപ്പാൻ ചിരിക്കുകയായിരുന്നു കേട്ടോ ദേവദാസിൻ്റെ പേര് വിളിച്ചിട്ട്. അങ്ങനെ ഓരോരോ ആനകൾക്ക് ഓരോരോ പേരുകളുണ്ട് കേട്ടോ. നമുക്ക് ഈ ആനേനൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക കൗതുകം തന്നെയാണല്ലേ. എന്ത് രസമാണല്ലേ ഇവരൊക്കെ കാണാനായിട്ട്. പറ എടുക്കാനൊക്കെ വീടിൻ്റെ അടുത്തൊക്കെ ആന വരുമ്പോഴൊക്കെ നമ്മൾ ഓടിപ്പോകും. എവിടെയാണ് പറ എടുക്കുന്ന ഒച്ചയൊക്കെ. ഡാൻസ് ഒന്ന് കണ്ടു നോക്കിക്കേ. ഇവരിതിങ്ങനെ ആടുന്നതാണോ അല്ലെ ഡാൻസ് കളിക്കുന്നതാണോ എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി ഫോട്ടോക്കൊക്കെ പോസ് ചെയ്തേ. സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ഇവരെ ഞാൻ കുറേ വിളിച്ച ശേഷം മാത്രമേ വരുള്ളൂ. അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ കുറേ ക്യൂട്ട്നെസ്സൊക്കെ വാരി വിതറി. അവക്കടെ പിണക്കമൊക്കെ അപ്പോഴൊക്കെ മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഒരു നോ എൻട്രി ബോർഡ് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കേൻ്റെ അടുത്ത് ചോദിച്ചു അതെന്താ ഇക്ക അങ്ങനെ അവിടെ മാത്രം കുറേ ആനകളെന്ന്. അപ്പോൾ കുറച്ച് പ്രശ്നക്കാരായ ആനകളെയൊക്കെ അവിടെ ആയിരിക്കും കെട്ടണേന്നാണ് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരുത്തിൻ്റെ കൂളി നോക്കിക്കേ എന്ത് രസമല്ലേ തേച്ച് മിനിപ്പിക്കാൻ. അവനിക്കിങ്ങനെ കിടന്നു കൊടുത്താൽ മതി തേക്കാനും കഴുകാനും ഒക്കെ ആയിട്ടുള്ള ഒരാൾ. എന്ത് സുഖമല്ലേ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കാനായിട്ട്. ഞാൻ കുറേ നേരം അതിങ്ങനെ കണ്ട് വീഡിയോസൊക്കെ ഇങ്ങനെ. അപ്പോൾ ഞങ്ങളൊരു പിടിയാനേനെ കണ്ടായിരുന്നേ. ആ പിടിയാനേൻ്റെ പേര് ദേവി എന്നാണ് കേട്ടോ. ദേവി എന്ന് എൻ്റെ മോള് വിളിച്ചിട്ട് ദേവിക്കൊരു കുലുക്കവുമില്ല. ദേവി മൈൻഡും കൂടി ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങളോടൊരു സ്ഥലത്ത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് കുറച്ച് നേരം വന്നിരിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരുന്നേ. ഇതൊരു മനയുണ്ട് കേട്ടോ. പക്ഷേ നോ എൻട്രി ബോർഡാണ് കേട്ടോ ആ മനയിൽ വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനായത് കൊണ്ടാണോ ഇനി അതിലെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടക്കുന്നത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്നൊന്നും ആരോടൊന്നും ചോദിക്കാനൊന്നും പോയില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ സെൽഫീസൊക്കെ എടുത്തു. ഞാനിങ്ങനെ കുറേ വിചാരിച്ചു വെഡിങ് ആനിവേഴ്സറിക്ക് അല്ലേ വരുന്നത്, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചേക്കാം, ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ എന്ത് രസമാണ്.
സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും 5 പേരും കൂടി പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പിള്ളേർ. അങ്ങനെ കുഞ്ഞാറ്റയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫോട്ടോസ് എടുക്കാൻ നേരത്ത് ഞാൻ വീഡിയോ ഓണാക്കി. അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു വീഡിയോ എടുക്കണ്ട ഉമ്മി, വീഡിയോ എടുക്കണ്ട ഉമ്മി എന്ന്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് എല്ലാം വേണം, ഇൻസ്റ്റാഗ്രാം വേണം, യൂട്യൂബ് വേണം, എല്ലാം വേണം. പക്ഷേ അതെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവളുടെ ക്ലാസ് മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ളതൊന്നും പിള്ളേർക്ക് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനുള്ള ടൈമൊക്കെ ആവട്ടെ എന്നിട്ടൊക്കെ എടുത്തു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിസ് പറയുന്നത് കേട്ടല്ലേ പറ്റൂ. അങ്ങനെ വാപ്പയും മക്കളും കൂടി കഥയൊക്കെ പറയുന്നത് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ടൊക്കെ ഞാനങ്ങനെ നിന്നേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. ഫോട്ടോഷൂട്ടൊക്കെ ഇക്ക പറയായിരുന്നു അവൾക്ക് ഫോട്ടോ എടുത്താലും മതിയാവില്ലെന്ന്. സത്യം പറയാമല്ലോ ഗൈസ്, എനിക്ക് എവിടെ പോയാലും എത്ര ഫോട്ടോസ് എടുത്താലും എനിക്ക് മതിയാവില്ല. അവസാനം ഇക്കാക്കും പിള്ളേർക്കൊക്കെ പ്രാന്ത് പിടിച്ചു തുടങ്ങും ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് തരുമ്പോൾ. എൻ്റെ ഒരു നല്ല സ്റ്റില്ലോ നല്ല ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞ് എടുത്തു തരില്ല. ഇത് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ. അങ്ങനെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഷോർട്സിൽ. നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഒരു മെമ്മറി തന്നെയാണല്ലേ. ഈ കുളത്തിൽ ഈ പക്ഷികളൊക്കെ പറന്നു പോകണതാണ് എന്ത് രസമാണല്ലേ. അങ്ങനെ ഞങ്ങൾ ഒക്കെ ഒരു ചായയും കുടിച്ചു, ഞങ്ങൾ ഐസ്ക്രീമൊക്കെ തിന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്